ഗബ്രിയുടെ പട്ടി ഷോ ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ എല്ലാവർക്കും തോന്നുന്നത്. എന്നാ ഒരു ഷോ ഓഫ് ആടെ, പറ്റില്ലെങ്കിൽ നിർത്തിയിട്ട് ഇപ്പോൾ അവിടെ വേറെ ആൾക്കാരുണ്ട് പോവാൻ. അവിടെയുള്ള ഡോക്ടർമാരും സൈക്കോളജിസ്റ്റും വിചാരിക്കുന്ന അവന്മാർക്കൊക്കെ എന്ത് തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ടുള്ള പ്രശ്നമാണെന്ന്. കുടുംബങ്ങളൊക്കെ മാറി നിൽക്കുമല്ലോ, കരച്ചിലും വീഴ്ചിലും ഇതന്നെ. ആകെ 45 മിനിറ്റ് എപ്പിസോഡ്, 1/2 മണിക്കൂർ ഇവരെ നാടകവും പട്ടി ഷോയും കാണാനാണല്ലോ നാട്ടുകാർ ഇരിക്കുന്നത്. ജാസ്മിൻ പോയി പറയണ്ടേ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അപ്പൊ ഗബ്രി പറയണ്ടേ എനിക്ക് ഇതിലൊന്നും താല്പര്യമില്ല, ഞാൻ പ്ലേ ബോയ് ആവാനാണ് ഇത്ര ഇവിടെ വന്നിരിക്കുന്നത്. അവളുടെ കണ്ണിൽ എനിക്ക് പ്രണയം കാണാത്ര. അതെങ്ങനെ കണ്ണിൽ ഇങ്ങനെ എഴുതി കാണിക്കും, ഡിസ്പ്ലേ ഐ ലവ് യു ഗബ്രി, ഐ ലവ് യു ഗബ്രി എന്ന്. കണ്ണിലോ മൂട്ടിലോ എവിടെ നീ പ്രണയം കാണുക? ഇതൊക്കെ എന്തിനാടെ നാട്ടുകാരെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ട് അവര് ഉയരെടുക്കുന്നത്? ഇത് കഴിഞ്ഞിട്ട് ഞാൻ വെച്ചു ജാസ്മിൻ നിർത്തുന്നത്. അത് കഴിഞ്ഞിട്ട് അവളുടെ വക അവിടെ പോയിട്ട് ഒരു 15 മിനിറ്റ് എക്സ്പ്ലനേഷൻ. ഒന്നാമത്തെ ദിവസം തൊട്ട് കാണാൻ തുടങ്ങിയത് 50ാമത്തെ ദിവസം, എന്നിട്ട് നിർത്താൻ വയ്യേ. ഇനി വാപ്പാക്ക് അടുത്ത ബ്ലോക്ക് വന്നിട്ട് ഫോൺ വന്നാലേ മാള് നിർത്തുള്ളൂ. അറിയാനിട്ട് ചോദിക്കുക. ഇന്ന് രാവിലെ പോയി കാലൊക്കെ പിടിക്കുന്നു. ഒരാളുടെ അഭിമാനം വിട്ടിട്ട് അവിടെ നിൽക്കുന്നേക്കാളും വേറെ നിനക്ക് പോയിട്ട് ബ്യൂട്ടി വ്ലോഗ് എടുത്ത് ജീവിക്കുന്നതല്ലേ? അറിയാണ്ട് ചോദിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇവളുടെ ഭാഗം ഒരു കരച്ചില്ല, അതിനെ സമാധാനിപ്പിക്കാൻ പോകണം. തന്നെ ഈ ലൈവിൽ കാണാൻ വേണ്ടിയിട്ട് എന്തോന്നടേ ഇത് ബിഗ് ബോസിന്റെ അടുത്താണ് പറയേണ്ടത്. എവിടുന്ന് ഈ അലവലാദികളൊക്കെ കിട്ടിയിരിക്കുന്നത്? എല്ലാ ടെസ്റ്റും കഴിഞ്ഞിട്ട് എടുത്തതാണല്ലോ. പറ്റില്ലെങ്കിൽ പറയും, ഇവിടെ സാധാരണ ആൾക്കാരുണ്ട്, 19-20 പേരെ എടുക്കുക, തിന്നാൻ മാത്രം കൊടുത്താൽ മതി, അവര് നിന്നോളൂ, ആട്ടി വിട്ടാലും അവർ പോവില്ല. ബിഗ് ബോസ് എന്നൊക്കെ പേര് മാറ്റിയിട്ട് ഗബ്രിയുടെ പ്രണയ വീട് എന്നല്ല ആക്ക്.